രേണുവിന് ഇനി 2 കീമോകളും വലിയ ഒരു ഓപ്പറേഷനുമാണ് ബാക്കിയുള്ളത്. ഇനി ദേഹത്തൂടെ തന്നെ മരുന്നുകൾ കയറ്റിയുള്ള പ്രക്രിയകളാണ് ഏറ്റവും കൂടുതലുള്ളത്. മനസ്സിൻ്റെ ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും രേണു പിടിച്ചു നിന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും രേണുവിൻ്റെ പുതിയ വാർത്തയെക്കുറിച്ചും ശ്രദ്ധിക്കുന്നുണ്ട്. രേണുവിൻ്റെ ക്യാൻസർ വെറും ഒരു ക്യാൻസർ അല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്നത് പോലെ ഒരു ഓർഗനെ സംബന്ധിച്ച് വരുന്നൊരു അസുഖമല്ല. മറിച്ച് ഇത് വളരുന്നത് വളരെയധികം റെയറാണ്. ഇത് മനുഷ്യരിൽ നിന്ന് പോകുന്നതും വളരെയധികം റെയറാണ്. ഡെത്ത് പെർസെൻറ്റേജ് കൂടുതലുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ക്യാൻസർ കൂടിയാണ് ഇപ്പോൾ രേണുവിന് ബാധിച്ചിരിക്കുന്നത്. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. കഠിനമായ ഒരു ക്യാൻസർ. ഒരുപാട് ചികിത്സകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു ക്യാൻസറാണ് രേണുവിനുള്ളത്. രേണുവിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടി നോക്കി അതങ്ങനെയായിരിക്കാം വ്യാപിക്കുന്നത്. ഹാർട്ടിലേക്കും ലങ്സിലേക്കും കിഡ്നിയിലേക്കും എല്ലാം പെട്ടെന്ന് ഇത് പകരാൻ അതിന് മിനിറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോ മാത്രം മതിയാകും. അതതിൻ്റെ ശക്തി പോലെ ഇരിക്കും. അതെപ്പോൾ ശക്തി ആർജിക്കുന്നോ അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് അസുഖം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ് രേണുവിൻ്റെ ഭാഗത്തുള്ളത്. രേണു എന്നിട്ടും ഇത്രയും കൂളായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പലരും രേണുവിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. രേണു ശരിക്കും ഇത്തരത്തിൽ സന്തോഷിച്ച് തന്നെയാണോ ഇരിക്കുന്നത്? വീഡിയോയിൽ മാത്രം സന്തോഷം അഭിനയിക്കുകയാണോ? ഇതാണ് പലരും ചോദിച്ചറിയുന്ന ഒരു കാര്യം. എത്രമാത്രമാണ് രേണുവിനുള്ള സ്നേഹമെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട്. രേണുവിന് ഇനി ബാക്കിയുള്ളത് ജീവൻ വരെ ഭയക്കേണ്ട ഓപ്പറേഷനുകളാണ് എന്നതാണ് ശരിക്കും പറഞ്ഞാലുള്ള സത്യം. രേണു അതാണ് ഇനി തിരിച്ചറിയേണ്ടത്. രേണുവിൻ്റെ ജീവിതത്തിൽ ഇനി അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. സബ്സ്ക്രിപ്ഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഇപ്പോൾ വരുമാനം കണ്ടെത്തിയതോടെ തന്നെ തനിക്ക് മരുന്ന് വാങ്ങാൻ പറ്റുമുള്ള കാര്യങ്ങൾ തൻ്റെ അക്കൗണ്ടിലേക്ക് അതുകൊണ്ട് എത്തുന്നു എന്ന് രേണു പറയുന്നു. താൻ മുടങ്ങാതെ വീഡിയോ പങ്കുവയ്ക്കും. അതുതന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. ചില ദിവസങ്ങൾ വേദന കൊണ്ട് തളർന്നിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ പോലും എടുക്കണമെന്ന് കരുതും, പക്ഷെ എടുക്കാൻ സാധിക്കാറില്ല. അതെല്ലാം തൻ്റെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടമായി താൻ കാണുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പെർഫോമർ ആകുമെന്ന് കരുതിയില്ല. നാടകം അല്ലെങ്കിൽ അഭിനയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം വലിയൊരു സ്റ്റാർ ആകുമെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം ശമ്പളം വാങ്ങുന്നൊരു വ്യക്തിയായി മാറുമെന്ന് ഒരിക്കലും കരുതിയില്ല. സോഷ്യൽ മീഡിയയിലേക്ക് താൻ ഉയരുമെന്ന് കരുതിയിരുന്നില്ല. അവിടെ നിന്ന് ഈ നേട്ടം വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് എടുത്തു പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു കാര്യം പ്രേക്ഷകർ പറയുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹമൊക്കെ തന്നെ പ്രേക്ഷകരെ പ്രീതിയാക്കി മാറ്റുകയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.